നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനമില്ല. ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. കാസർഗോഡ് ബസ് യാത്രയ്ക്കിടയിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചായിരുന്നു സംഭവം. കാസർഗോഡ് 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായി പരാതി. പോലീസ് അന്വേഷണം ഊർജിതം. കാസർഗോഡ് ഇരയുടെ കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണി. പോക്സോ കേസിലെ പ്രതിയുടെ സഹോദരൻ അറസ്റ്റിൽ. അഭ്യൂഹങ്ങൾക്ക് വിരാമം. ആദൂർ പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ചോരക്കുഞ്ഞിന്റെ മാതാവിനെ കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ വിവിധ ക്വാട്ടകളിലായി +1 പ്രവേശനം നേടിയത് 16,216 വിദ്യാർത്ഥികൾ. ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 3,429 സീറ്റുകൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനമില്ല. ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. ഏത് അടിയന്തര സാഹചര്യം നേരിടുവാനും സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. രാവിലെ 7:30ഓടെയുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കാസർഗോഡ് കയ്യൂർ ഞണ്ടാടിയിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത്. മരങ്ങളും വൈദ്യുതി തൂണുകളും ഇവിടെ കടപുഴകി വീണു. തെങ്ങ്, കവുങ്ങ്, റബ്ബർ, മാവ് ഉൾപ്പെടെയുള്ളവ കടപുഴകി വീണ് വലിയ രീതിയിലുള്ള കൃഷിനാശമാണുണ്ടായത്. മരം വീണ് പ്രദേശവാസിയായ രവീന്ദ്രന്റെ വീട് ഭാഗികമായി തകരുകയും ചെയ്തു. ശക്തമായ കാറ്റിലും മഴയിലും പുല്ലൂർ വണ്ണാൻ വയലിൽ വീട് തകർന്നു. പ്രദേശത്തെ അമ്മാളു അമ്മയുടെ വീടാണ് തെങ്ങ് വീണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു അപകടം. വീട്ടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ മൊഗ്രാൽ വില്ലേജിൽ വീട് തകർന്നു. മുഹമ്മദിന്റെ ഭാര്യ ബിഫാത്തിമയുടെ ഓടുമേഞ്ഞ വീടാണ് വൈകുന്നേരം കനത്ത മഴയിൽ തകർന്നത്. അപകടത്തിൽ ആളപായമില്ല. വീട്ടുകാർ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ക്ലായിക്കോട് വില്ലേജിലെ മീനാക്ഷിയുടെ വീടും കാലവർഷക്കെടുതിയിൽ തകർന്നു. കനത്ത മഴയും കാറ്റും ചെറുവത്തൂർ മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ചെറുവത്തൂർ RTO ചെക്ക് പോസ്റ്റിന് സമീപത്ത് വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചിറവങ്ങാട് മധുവിന്റെ വീട്ടിലെ കിണറാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഇടിഞ്ഞു താഴ്ന്നത്. തൊട്ടടുത്ത മയ്യിച്ചയിൽ ശക്തമായ കാറ്റിലും മഴയിലും MV ശ്രീകണ്ഠന്റെ വീടിനു മുകളിലേക്ക് തേക്ക് മരം കടപുഴകി വീണു. വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയിലെ ഓടുകളും കഴുക്കോലുകളും തകർന്നു. തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത്. തെങ്ങുകൾ കടപുഴകി വീണും വാഴകൾ ഒടിഞ്ഞു വീണും നിരവധി സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള കൃഷിനാശവും സംഭവിച്ചു. മഞ്ചേശ്വരം, ചെറുവത്തൂർ എന്നീ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബസ് യാത്രയ്ക്കിടയിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം. ബസ് യാത്രയ്ക്കിടയിൽ യുവതിക്ക് നേരെ നഗ്ന പ്രദർശനമെന്ന പരാതി. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം. പാലക്കുന്നിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം. പാൻസും ഷർട്ടും ധരിച്ച ഇയാൾ യുവതിയുടെ സീറ്റിന് എതിർവശത്തിരുന്നായിരുന്നു നഗ്നതാ പ്രദർശനം നടത്തിയത്.
കണ്ടക്ടറോട് വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. യുവതി തന്നെയാണ് മൊബൈലിൽ ദൃശ്യം പകർത്തിയത്. ഞാൻ പാലക്കുന്ന് ഡ്യൂട്ടിക്ക് വരികയായിരുന്നു. 6 വയസ്സുള്ള മോള് മടിയിലിരിക്കുന്നുണ്ട്. അന്നേരം പാലക്കുന്ന് നിന്ന് ഞാനൊരു ശാന്തി ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ ഒരു കാഞ്ഞങ്ങാട് നിന്നും ബേക്കൽ നിന്നും ഇടയിലാണ് സംഭവം. ഇയാൾ എനിക്ക് മോക്കുന്നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചു. അന്നേരം ഞാൻ വീഡിയോ പിടിച്ച് പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പുറകിലായതുകൊണ്ട് അയാളോട് പറയാൻ സാഹചര്യം കിട്ടിയില്ല. മാലോത്ത് സ്വദേശിനിയായ യുവതി ബേക്കൽ പോലീസിൽ വിവരം അറിയിച്ചു. യുവതി പകർത്തിയ ദൃശ്യം പോലീസ് പരിശോധിച്ചു വരുന്നു. നേരത്തെ സമാനമായ കേസിൽ ഉൾപ്പെട്ട ആളാണോ ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവമുണ്ടായത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. 11 വയസ്സുള്ള പെൺകുട്ടിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയാണ് ക്രൂര പീഡനത്തിനിരയായത്. കഴിഞ്ഞ 18 രാവിലെ 7 മണിക്ക് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നടന്നു പോകുമ്പോൾ കത്തി കാട്ടി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പൂട്ടിയിട്ട് വായിൽ ഷാൾ തിരുകി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. സംഭവത്തിന് ശേഷം ക്ലാസ്സിലെത്തിയ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ അധ്യാപകൻ വിവരം തേടി. വയറുവേദനയും പനിയും എന്ന് പറഞ്ഞതിനാൽ അന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി മരുന്ന് നൽകി. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പീഡന വിവരം സഹോദരിയോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തടിച്ച കറുപ്പ് നിറമുള്ള ഒരാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. പരിശോധനയിൽ പീഡനം തെളിഞ്ഞതായി ബേക്കൽ DYSP മനോജ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിയെ കണ്ടെത്തുവാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്താണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഇരയുടെ കുടുംബത്തെ വധിക്കുമെന്ന് പോക്സോ കേസിലെ പ്രതിയുടെ സഹോദരന്റെ ഭീഷണി. സംഭവത്തിൽ കുമ്പള ബംബ്രാണ വയലിലെ വരുൺ രാജ് ഷെട്ടിയെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയായ അനുജൻ കിരൺ രാജിനെതിരെയുള്ള കേസിൽ മൊഴിമാറ്റി പറയണമെന്നും ഇല്ലെങ്കിൽ കുടുംബത്തെ വധിക്കുമെന്നുമായിരുന്നു വരുൺ രാജിന്റെ ഭീഷണി. പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ സഹോദരൻ അറസ്റ്റിൽ. കുമ്പള ബംബ്രാണ വയലിലെ വരുൺ രാജ് ഷെട്ടിയാണ് അറസ്റ്റിലായത്. പോക്സോ കേസിൽ പ്രതിയായ അനുജൻ കിരൺ രാജിനെതിരെയുള്ള കേസിൽ മൊഴിമാറ്റി പറയണമെന്നും ഇല്ലെങ്കിൽ കുടുംബത്തെ വധിക്കുമെന്നുമായിരുന്നു ഇയാളുടെ ഭീഷണി. കേസിൽ വിചാരണ നടപടികൾക്കിടെയാണ് ഭീഷണിയുണ്ടായത്. ഇതേക്കുറിച്ച് കുട്ടി കോടതിയിൽ വിവരം നൽകുകയും കുമ്പള പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടുകയുമായിരുന്നു. കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബാഗുമായി മംഗലാപുരത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പിടിയിലായത്. 2018 പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. കാപ്പ കുറ്റം ചുമത്തപ്പെട്ട പ്രതി കിരൺ രാജ് ജയിലിലാണ്. ഇരയുടെ കുടുംബത്തിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ കിരൺ രാജിന്റെ സഹോദരൻ വരുൺ രാജിനെതിരെയും കാപ്പ ചുമത്തുന്നതിനുള്ള നടപടിയിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ആദൂർ പഞ്ചിക്കല്ല് AUP സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചോരക്കുഞ്ഞിനെ കണ്ടെത്തിയ സംഭവത്തിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം. ആദൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മാതാവിനെ കണ്ടെത്തി. അവശനിലയിൽ കണ്ടെത്തിയ ഈ യുവതിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ആദൂർ പഞ്ചിക്കല്ല് AUP സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചോരക്കുഞ്ഞിൻ്റെ മാതാവിനെ കണ്ടെത്തി. അവശനിലയിൽ കണ്ടെത്തിയ അവിവാഹിതയായ യുവതിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആദൂർ പോലീസ് ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടെ വീടുകൾ കയറിയിറങ്ങി നടത്തിയ പരിശോധനയിലാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാവിനെ കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സ്കൂൾ വരാന്തയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആദൂർ പോലീസ് സ്ഥലത്തെത്തുകയും കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു.
ഇതിനിടെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് വയനാട് വനത്തിൽ ഒളിവിൽ കഴിയുന്ന മാവോയിസ്റ്റ് ജിഷയുടേതാണെന്ന സംശയം കർണാടക പോലീസ് ഇന്റലിജൻസ് കേരള പോലീസിനെ അറിയിച്ചിരുന്നു. അടുത്തിടെ കർണാടക വനാതിർത്തിയിലേക്ക് മാറിയ യുവതി പ്രസവിച്ചിരിക്കാമെന്നും പ്രസ്തുത കുഞ്ഞിനെയായിരിക്കും സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിച്ചിരിക്കുവാൻ സാധ്യതയെന്നുമാണ് കർണാടക പോലീസ് അറിയിച്ചത്. ഇതോടെ സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. ഡോഗ് സ്ക്വാഡ്, വനിതാ പോലീസുകാർ എന്നിവരടങ്ങിയ പോലീസ് സംഘം തിങ്കളാഴ്ച രാവിലെ മുതൽ സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലെ ഓരോ വീടും കയറിയിറങ്ങുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഒരു വീട്ടിലെത്തിയപ്പോൾ 32-കാരിയായ യുവതിയെ അവശനിലയിൽ കണ്ടെത്തി. വനിതാ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിൻ്റെ മാതാവ് താനാണെന്ന് യുവതി വെളിപ്പെടുത്തിയത്. തുടർന്ന് യുവതിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിൻ്റെ മാതൃത്വം ഉറപ്പാക്കുന്നതിന് DNA ടെസ്റ്റ് നടത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം അവിവാഹിതയായ 32-കാരി ഗർഭം ധരിച്ചത് ആരിൽ നിന്നാണെന്ന് കണ്ടെത്തുവാനായിട്ടില്ല. ഇയാളെ കണ്ടെത്തുവാനുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ വിവിധ ക്വാട്ടകളിലായി +1 പ്രവേശനം നേടിയത് 16,216 വിദ്യാർത്ഥികൾ. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 3,429 സീറ്റുകളാണ്. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന 995 സീറ്റുകൾക്ക് പുറമെ ജില്ലയിൽ പുതുതായി അനുവദിച്ച 18 ബാച്ചുകളിലുള്ള 1080 സീറ്റുകളടക്കം മെറിറ്റിൽ മാത്രമായി 2075 സീറ്റുകളും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലായി 1354 സീറ്റുകളുമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 3429 സീറ്റുകളാണ്. ജില്ലയിൽ ഈ അധ്യയന വർഷത്തിൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ +1 പ്രവേശനം നേടിയത് 646 വിദ്യാർത്ഥികൾ മാത്രമാണ്. ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ശേഷിച്ചിരുന്ന 2177 സീറ്റുകളിലേക്കായി അപേക്ഷിച്ച 2920 വിദ്യാർത്ഥികളിൽ 1182 പേരാണ് പ്രവേശനം നേടിയത്. ഇഷ്ടവിഷയത്തിനും വിദ്യാലയത്തിലുമായി സീറ്റുകൾ കിട്ടാത്ത ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ജില്ലയിലെ മറ്റു വിദ്യാലയങ്ങളിൽ സീറ്റുകൾ കിട്ടും. നിലവിൽ അപേക്ഷിച്ച മുഴുവൻ പേർക്കും പ്രവേശനം നൽകിയാലും 400ഓളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തവണ പ്രവേശനം നേടിയ 16,216 പേരിൽ സ്പോർട്സ് 173, MRSൽ 90, കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ 349, മാനേജ്മെൻറ്റ് 866, അൺഎയ്ഡഡ് 646 എന്നിങ്ങനെയും ബാക്കിയുള്ളവർ മെറിറ്റിലുമാണ്. ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 20,547 പേരിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 20,473 വിദ്യാർത്ഥികളാണ്. 64 സർക്കാർ വിദ്യാലയങ്ങളടക്കം 106 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളാണ് ജില്ലയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ STU കാസർഗോഡ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട STU സംസ്ഥാന ഭാരവാഹികൾക്കും വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണമടങ്ങുന്ന സഞ്ചി ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച നഗരത്തിലെ വഴിയോര കച്ചവട തൊഴിലാളി ഹുസൈൻ മൊക്രാലിനും സ്വീകരണവും നൽകി. 2024 വർഷത്തെ അഫിലിയേഷൻ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട STU സംസ്ഥാന ഭാരവാഹികൾക്കും വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പണമടങ്ങുന്ന സഞ്ചി ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച നഗരത്തിലെ വഴിയോര കച്ചവട തൊഴിലാളി ഹുസൈൻ മൊഗ്രാലിനും സ്വീകരണവും നൽകി. STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് മറ്റൊരു നയം എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യ തൊഴിലാളികളിൽ പ്രത്യേക നയങ്ങളില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CITU കായങ്ങാട്ടെ തെരുവ് കച്ചവടക്കാരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കാസർഗോഡ് എത്തുമ്പോൾ ഭൂസാക്ഷികളൊക്കെ ഒപ്പം ചേർന്ന് നമ്മെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷത വഹിച്ചു. തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വിതരണം ചെയ്തു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുനൈദ് പരവക്കൽ മുഖ്യാതിഥിയായിരുന്നു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ്, സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കെട്ട്, മാഹിൻ മുണ്ടക്കൈ, മൊയ്തീൻ കൊല്ലമ്പാടി, ബി ഫാത്തിമ ഇബ്രാഹിം, സിദ്ദിഖ് ചക്കര, M നൈമുന്നിസ, മുസ്തഫ കല്ലൂരാവി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി KA മുഹമ്മദ് റഫീഖ് സ്വാഗതവും V മുഹമ്മദ് ബേടകം നന്ദിയും പറഞ്ഞു. യൂണിറ്റ് ഭാരവാഹികളായി അഷ്റഫ് എടനീറിനെ പ്രസിഡന്റായും താജുദ്ദീൻ പുളിക്കൂറിനെ വർക്കിംഗ് പ്രസിഡന്റായും V മുഹമ്മദ് ബേടകം, A മുഹമ്മദ് ചെമ്മനാട്, താഹിർ സാഹിബ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KA മുഹമ്മദ് റഫീഖിനെ ജനറൽ സെക്രട്ടറിയായും നാരായണൻ ബോവിക്കാനം, അബൂബക്കർ ഐഡിയൽ, സഫീർ എരിയാൽ എന്നിവരെ സെക്രട്ടറിമാരായും ആസിഫ് മഞ്ചേശ്വരത്തെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴ കനത്ത വേളയിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ വയോധികർക്ക് സ്പെഷ്യൽ കൊട്ടൻ ചുക്കാദി തൈലം തയ്യാറാക്കി നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രമുഖ സിനിമാ നടനുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ മുൻകൈയിൽ തൃക്കരിപ്പൂരിലെ KV കൃഷ്ണപ്രസാദ് വൈദ്യരാണ് തൈലം തയ്യാറാക്കിയത്. കോരിച്ചൊരിയുന്ന കർക്കിടകം വരവായി. വാദസംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ്. വാർഡ് പരിധിയിലെ 175ഓളം വരുന്ന വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാനാണ് ഔഷധം തയ്യാറാക്കിയത്. തരിപ്പ്, കൈകാൽ വേദന, ഉളുക്ക് എന്നിവയ്ക്ക് പരമ്പരാഗതമായി ആയുർവേദ വൈദ്യന്മാർ നിർമ്മിച്ചു നൽകുന്ന കൊട്ടം ചുക്കാദി തൈലം നാട്ടുതനിമയോടെയും പാരമ്പര്യ സിദ്ധിയിലൂടെയും തയ്യാറാക്കുകയായിരുന്നു ഗ്രാമവാസികൾ. പുളിയില, ഉമ്മത്തില, വെളുത്ത എരിക്കില, കൊട്ടം, ചുക്ക്, വയമ്പ്, ദേവതാരം, കാർത്തോട്ടിവേര്, വെളുത്തുള്ളി, കടുക്, ചെഞ്ചല്യം, സാമ്പ്രാണി, തൈര് വെള്ളം, എള്ളെണ്ണ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. തൈലം ഒരുക്കുന്നതിന് തൃക്കരിപ്പൂരിലെ KV കൃഷ്ണപ്രസാദ് വൈദ്യർ നേതൃത്വം നൽകി. തലേനാൾ തന്നെ ഇതിനാവശ്യമായ പുളിയിലയും ഉമ്മത്തിലയും മുരിങ്ങത്തോലും ഗ്രാമവാസികൾ ശേഖരിക്കുകയും നാടൻ രീതിയിൽ ഉരൽ, ഉലക്ക എന്നിവ ഉപയോഗിച്ച് യന്ത്രസഹായമില്ലാതെയാണ് തയ്യാറാക്കിയത്. എല്ലാ വർഷവും തൈലം തയ്യാറാക്കി നൽകാൻ തീരുമാനിച്ചതായി സിനിമാ നടനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ KCN ന്യൂസിനോട് പറഞ്ഞു. കൊട്ടൻ ചുക്കാദി തൈലം, അതായത് പ്രത്യേകിച്ച് തരിപ്പ്, അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾ, പ്രായാധിക്യം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഒട്ടേറെ വയോജനങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവർക്കെല്ലാം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുന്ന ഒരു തൈലമാണ് കൊട്ടൻ ചുക്കാദി തൈലം. തൃക്കരിപ്പൂരിലെ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ സഹായത്താലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെല്ലാവരും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള പുളിയില, ഉമ്മത്തില, മുരിങ്ങയുടെ തോല് എന്നിവയെല്ലാം സംഘടിപ്പിക്കുന്നതിനോട് കൂട്ടായ ഒരു പ്രവർത്തനം നടത്തി. ഇന്നും പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉരലും ഉലക്കയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാരമ്പര്യ രീതിയിൽ, പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. യാതൊരു യന്ത്രത്തിൻ്റെയും സഹായമില്ലാതെയാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും ഗുണപ്രദമാവും എന്ന വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പിലിക്കോട് വയൽ പ്രിയദർശിനി മന്ദിരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. രാഷ്ട്ര നിർമ്മാണത്തിലും ഭരണതലത്തിലും ലോകത്തിന് മാതൃകാ നേതൃത്വം വഹിച്ച കോൺഗ്രസ് നേതാക്കളുടെ ഛായാചിത്രങ്ങൾ പിലിക്കോട് വയൽ പ്രിയദർശിനി മന്ദിരത്തിൽ അനാച്ഛാദനം ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു, മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, മുൻ മുഖ്യമന്ത്രിമാരായ K കരുണാകരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളുടെ ഛായാചിത്രങ്ങളാണ് അനാച്ഛാദനം ചെയ്തത്. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഹാളിൽ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ വയൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV രാജൻ അധ്യക്ഷത വഹിച്ചു. AV കുഞ്ഞികൃഷ്ണൻ, KV ശശിധരൻ, AV ബാബു, രാഘവൻ കുളങ്ങര, AV ചന്ദ്രൻ, V ഗീത, K പ്രീതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. STU ഉദ്യാവറ യൂണിറ്റ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിസരത്ത് വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യാനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സംഘടനയായ STU ഉദ്യാവര യൂണിറ്റിൻ്റെയും യാനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഉദ്യാവര യൂണിറ്റ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിസരത്ത് വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ക്യാമ്പ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളായി
തങ്ങളുടെ കുടുംബം പോറ്റുന്ന തത്രപ്പാടിനിടയിൽ 100 കൂട്ടം ടെൻഷനുകൾക്കിടയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി രക്തം നൽകിക്കൊണ്ട് മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച അബ്താബ്തങ്ങളുടെ നേതൃത്വത്തിലുള്ള എസ്ടിയുടെ കമ്മിറ്റിയും ഓരോരുത്തരെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുവാൻ തയ്യാറായി. സംഘടനയുടെ പ്രസിഡന്റ് അഫ്താബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ട്രഷറർ സൈഫുള്ള തങ്ങൾ, വാർഡ് മെമ്പർ മുസ്തഫ ഉദ്യാവരം, ഹനീഫ് കുഞ്ചത്തൂർ, ഇർഫാൻ, ഡോക്ടർമാരായ ഗായത്രി, പ്രിയങ്ക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിരവധി യുവജനങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും രക്തം ദാനം നടത്തുകയും ചെയ്തു. രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുള്ള യൂണിഫോമും സർട്ടിഫിക്കറ്റുകളും MLA വിതരണം ചെയ്തു. ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും വിജയകരമായ രീതിയിൽ ക്യാമ്പ് നടത്തി. നസീർ, ഷാഫി, അബ്ബാസ്, സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവേഴ്സ് ഹെൽപ്പിംഗ് ചാരിറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തി തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായം നൽകുകയും നിരവധി സാമൂഹിക സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പൊതുജനത്തിന് പ്രയോജനമില്ലാത്ത പൊതു ശൗചാലയം. പാണത്തൂർ നെല്ലിക്കുന്നിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി. 60-ലധികം സ്വകാര്യ KSRTC ബസ്സുകൾ കയറിയിറങ്ങുന്ന സംസ്ഥാന അതിർത്തിയിലെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടുത്തെ പൊതു ശൗചാലയം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി. ശൗചാലയത്തിന്റെ പൈപ്പ് തകർന്നതാണ് ഉപയോഗശൂന്യമാകാൻ കാരണം. മാലിന്യം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും നിലവിൽ കൊതുകു വളർത്തൽ കേന്ദ്രമായി ഇവിടെ മാറിയതായും യാത്രക്കാർ പറയുന്നു. ഇവിടെ എത്തുന്ന ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷകരായെത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ കർണാടകയുടെ ബൗണ്ടറി പ്രദേശമായ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബസ് യാത്രക്കാരെന്ന നിലയിൽ ബസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് നമ്മുടെ പാണത്തൂർ ബസ് സ്റ്റാൻഡാണ്. ബസ് യാത്രക്കാരെന്ന നിലയിൽ ഡ്രൈവർമാരായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ അവർക്കെല്ലാം ആശ്രയമായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചായത്തിൻ്റെ ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് എന്നുള്ളത്. വളരെ നാളുകളായി അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ആളുകൾ അലക്ഷ്യമായിട്ട് കുപ്പിയും ഒക്കെ വലിച്ചെറിയും. അതോടൊപ്പം തന്നെ ഒരു ശ്രദ്ധക്കുറവ് മൂലം പല അവിടുത്തെ പൈപ്പും മറ്റും കാര്യങ്ങളും പൊട്ടിച്ച് ആളുകൾക്ക് ഉപയോഗപ്പെടാത്ത രീതിയിലേക്ക്. ബസ് ജീവനക്കാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നും വലിയ തോതിൽ പരാതി ഉയർന്നതോടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണിയെടുത്തിരുന്നു. പൊളിച്ചു നീക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ശൗചാലയത്തിന്റെ പുനർനിർമ്മാണം വൈകിപ്പിക്കുന്നത്. ആർക്കും ഉപകാരമില്ലാത്ത ശൗചാലയം പൊളിക്കുകയെങ്കിലും ചെയ്താൽ കൊതുകു ശല്യത്തിനും ദുർഗന്ധത്തിനും പരിഹാരമാകുമെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. പഞ്ചായത്തിനുള്ളിൽ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയമാണ് നിലവിൽ ബസ് ജീവനക്കാർക്കുള്ള ആശ്വാസം. എന്നാൽ പഞ്ചായത്ത് ഓഫീസിന് അവധിയുള്ള ദിവസങ്ങളിൽ ഇതിനും കഴിയില്ല. യാത്രക്കാർക്കാകട്ടെ ഈ സൗകര്യത്തെക്കുറിച്ച് വലിയ ധാരണയുമില്ല. എത്രയും പെട്ടെന്ന് പുതിയ ശൗചാലയം നിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൂറിസം സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഫ്ലവർ ഫെസ്റ്റ് സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. കാസർഗോഡ് ജില്ലയിലെ ടൂറിസം മേഖലയിൽ ഇടപെടൽ നടത്തുന്ന കാഞ്ഞങ്ങാട് ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെപ്റ്റംബർ മാസത്തിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തുന്ന ഫ്ലവർ ഫെസ്റ്റിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ ഫ്ലവർ ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ്, വിവിധ കൾച്ചറൽ പരിപാടികൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങി നിരവധി പരിപാടികൾ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. കുന്നുമ്മൽ എമറൈസ് ഹോട്ടലിൽ നടന്ന സംഘാടക സമിതി രൂപീകരണം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് PK നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഇൻസ്പെക്ടർ P സുഗതൻ, ബിൽടെക് അബ്ദുള്ള, K സബീഷ്, K രാജ്മോഹൻ, ബാബു കോട്ടപ്പാറ, അരവിന്ദൻ മാണിക്കോത്ത്, M രാഘവൻ, VV പ്രസന്നകുമാരി, ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സാംസ്കാരിക സഹകരണ മേഖലയിലെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. സൊസൈറ്റി സെക്രട്ടറി സുജിത് മോനാച്ച സ്വാഗതവും MV നാരായണൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി KV സുജാതയെ ചെയർപേഴ്സണായും PK നിഷാന്തിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അതിയാമ്പൂർ കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 21-ന് വയൽപൂരം സംഘടിപ്പിക്കും. വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വരുന്ന 21-ന് കാലിക്കടവ് വയലിൽ വയൽപൂരം മഴപ്പൊലിമ സംഘടിപ്പിക്കും. പരിപാടിയുടെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. ക്ലബ് പ്രസിഡന്റ് പി മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രതീഷ് കാലിക്കടവ് അധ്യക്ഷത വഹിച്ചു. എം ഹരികൃഷ്ണൻ, പി ജിഷ്ണു, എ കെ ലൈല, എം അജിത, കെ വി രേണുക, എ പ്രീജ, സി രമണി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പാരമ്പര്യ കർഷകരെ ആദരിക്കൽ, നടീൽ ഉത്സവം എന്നിവ നടക്കും. തുടർന്ന് ബലൂൺ പൊട്ടിക്കൽ, വിവിധങ്ങളായ ഓട്ട മത്സരങ്ങൾ, പാളയിൽ വിളിക്കൽ, സ്പൂൺ റൈസ്, കസേരക്കളി, കമ്പവലി, നാടൻപാട്ട് മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടക്കും. 1ാം സ്ഥാനക്കാർക്ക് 3000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 2000 രൂപയും മത്സരിക്കുന്ന മുഴുവൻ ടീമുകൾക്കും 1000 രൂപ വീതം ക്യാഷ് അവാർഡുകളും നൽകും. ഭാരവാഹികളായി പി മുരളി ചെയർമാനായും എ കെ ലൈല കൺവീനറായും രതീഷ് കാലിക്കടവ് കോർഡിനേറ്ററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പ് ജൂലൈ 18-ന് ചിറപ്പുറം നീലേശ്വരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. സ്പോർട്സ് കൗൺസിലും ജില്ലാ വടംവലി അസോസിയേഷനും ചിറപ്പുറം BSC ക്ലബിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പ് ജൂലൈ 18-ന് ചിറപ്പുറം നീലേശ്വരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ ഫീൽഡിലും നല്ല അറിവും അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാമോദരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MV രതീഷ്, AV സുരേന്ദ്രൻ, നീലേശ്വരം പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അനിൽ ബംഗളം, PV സതീശൻ, K രഘു എന്നിവർ സംസാരിച്ചു. M സുനിൽകുമാർ സ്വാഗതവും M ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. മിനി, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, വനിതാ വിഭാഗങ്ങളിലായി നടക്കുന്ന 500-ലധികം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഭാരവാഹികളായി KV ദാമോദരനെ ചെയർമാനായും K രഘുവിനെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. MB രതീഷ് ജനറൽ കൺവീനറായും T രാജൻ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനമില്ല. ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. കാസർഗോഡ് ബസ് യാത്രയ്ക്കിടയിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചായിരുന്നു സംഭവം. കാസർഗോഡ് 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായി പരാതി. പോലീസ് അന്വേഷണം ഊർജിതം. കാസർഗോഡ് ഇരയുടെ കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണി. പോക്സോ കേസിലെ പ്രതിയുടെ സഹോദരൻ അറസ്റ്റിൽ. അഭ്യൂഹങ്ങൾക്ക് വിരാമം. ആദൂർ പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ചോരക്കുഞ്ഞിന്റെ മാതാവിനെ കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ വിവിധ ക്വാട്ടകളിലായി +1 പ്രവേശനം നേടിയത് 16,216 വിദ്യാർത്ഥികൾ. ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 3,429 സീറ്റുകൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.